Hello guys, welcome to a day in the life of a second year MBBS student. രാവിലെ എണീറ്റു, then I brushed, got dressed, പിന്നെ സാധനങ്ങൾ അതായത് എൻ്റെ വൈറ്റ് കോട്ടും പിന്നെ സ്റ്റെത്തും എടുത്ത് വെക്കുകയാണ്. വൈറ്റ് കോട്ട് നമുക്ക് പോസ്റ്റിങ്സിനൊക്കെ എപ്പോഴും ആവശ്യമുണ്ടാവും. പിന്നെ സ്റ്റെത്തും നമുക്ക് പോസ്റ്റിങ്സിന് പോകുമ്പം നമുക്ക് വാർഡിലൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ടാവും. സോ ഇപ്പം OT ഉള്ള ദിവസമാണെങ്കിൽ അതായത് നമുക്ക് എന്തെങ്കിലും സർജറീസ് ഉള്ള ദിവസമാണെങ്കിൽ ഞാൻ വൈറ്റ് കോട്ട് എപ്പോഴും അങ്ങനത്തെ ദിവസങ്ങൾ എടുക്കാറില്ല, സ്റ്റെത്തും എടുക്കാറില്ല. ഇന്ന് നമുക്കുള്ളത് OP ആണ്. അപ്പോൾ അതിന് നമുക്ക് സ്റ്റെത്തും അതുപോലെ തന്നെ വൈറ്റ് കോട്ടും ആവശ്യമുണ്ടാവും. ഞാൻ നിൽക്കുന്ന ഒരു PGയിലാണ്, അതൊരു പേയിങ് ഗസ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഞാനും എൻ്റെ ക്ലാസ്സിലുള്ള വേറെ 2 കുട്ടികളും കൂടെ ആയിട്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരു 10 minutes വാക്കല്ല, 10 minutesൻ്റെ ഉള്ളിലാണ് കോളേജിലേക്ക്. അങ്ങനെ ഞാനും അശ്വതിയും കൂടെ പോസ്റ്റിങ്സിന് പോവാണ്. അശ്വതിക്ക് സർജറി പോസ്റ്റിങ്സും എനിക്ക് OBG പോസ്റ്റിങ്സുമാണ്. അവൾ സർജറിയിലേക്ക് പോകുന്നു, ഞാൻ OBGയിലെത്തി. എൻ്റെ ഇത് കൃഷ്ണപ്രിയ, അവിടെ നവനീത് ആൻഡ് ജോസഫ്. നമുക്ക് 8:30 ക്ലാസ്, പക്ഷേ ഇന്ന് കുറച്ചൊന്ന് ലേറ്റായി ക്ലാസ് തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി എന്നെ വെയിറ്റ് ചെയ്യാണ്. ഫോണൊക്കെ നോക്കി കുറേ പേര് റീൽസ് കാണും, കുറേ പേര് സ്നാപ്പ് എടുക്കും. ഇതാരാന്ന് മനസ്സിലായോ? അതാ കൃഷ്ണപ്രിയ, എന്തൊക്കെയാണ് വാലന്റൈൻസ് ഡേ ആയിട്ട് പരിപാടി? പറഞ്ഞോ ഒന്നുമില്ല. ഞാൻ എന്താ പറയാ, അതെ ഒരു ഡേറ്റ് ഉണ്ട്, ഒരു ഡേറ്റ് 8 മണി. നമുക്കിപ്പോൾ സെമിനാറുകളാണ് നടക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ പ്രസൻറ്റേഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തിരക്കാണ്. അതിൻ്റെ ക്ലാസ് കഴിഞ്ഞ് നമ്മൾ പോസ്റ്റിങ്സിന് പോവാണ്. നമുക്കിവിടെ 2nd ഫ്ലോറിലാണ് പോസ്റ്റിംഗ്. ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഫുഡായിരുന്നു. ഇതാണ് നമ്മുടെ ക്യാൻറ്റീൻ കാണിച്ചു കൊടുക്കും. ഫ്രണ്ടിൽ നിന്ന് കാണിച്ചു തരാം. ഇതാണ് അശ്വതി, എല്ലാവർക്കും എനിക്ക് വാടില്ല. ഞാൻ അങ്ങനെ OP കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ച് ക്ലാസ്സിലേക്ക് പോവാണ്. ഇപ്പം നമുക്ക് ക്ലാസ്സാണ് OBG. അപ്പം ഞങ്ങൾ ക്ലാസ്സിലേക്ക് പോവാണ്, ഹോസ്പിറ്റലിൽ പോസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട്. ക്ലാസ്സിലൊക്കെ വന്നിട്ട് ഇഷാക്ക് പഠിക്കുകയാണ്. എക്സാമൊക്കെ അടുത്ത് നമുക്ക് മനസ്സിലാക്കാം. ടെക്സ്റ്റ് ബുക്ക് ആദ്യമായിട്ട് തുറക്കാതെ പേജൊന്നും കാണുന്നില്ല. ചാപ്റ്റർ അറിയോ ഏതൊക്കെയാത്? അപ്പോൾ നമുക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് ലഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ലഞ്ചിന് പോയിട്ട് ലഞ്ച് ബ്രേക്കിൽ ഫുഡൊക്കെ കഴിച്ച് തിരിച്ചിപ്പം മൈക്രോ ക്ലാസ്സിലിരിക്കുകയാണ്. മൈക്രോ കഴിഞ്ഞിട്ട് പിന്നെ ഫോറൻസിക് കഴിഞ്ഞാൽ പിന്നെന്താ ക്ലാസ്സൊന്നുമില്ല. പിന്നെ ഞാൻ ഒരു ഹോസ്റ്റലറല്ല, ഞാൻ പി ജിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ
എന്താ ഹോസ്റ്റലിൽ പോയിട്ട് ഫുഡ് കഴിക്കാണ്ട് ഇവിടെ കോളേജിൽ തന്നെയാണ് ഞാൻ ഫുഡ് കഴിച്ചത്. ഇതൊരു പ്രോജക്റ്റാണ്. ഒരു വീഡിയോ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. പ്രോപ്പർ മാസ്ക് ഡോണിങ് ആൻഡ് ഓഫിങ്, പിന്നെ ഗ്ലൗസ് ഡോണിങ് ആൻഡ് ഓഫിങ്, പിന്നെ ബ്ലഡ് സാമ്പിൾ എങ്ങനെയാണ് കളക്ട് ചെയ്യേണ്ടത്, പിന്നെ ബയോമെഡിക്കൽ വേസ്റ്റ് സെഗ്രിഗേഷൻ. ഇങ്ങനെ 4 ടോപ്പിക്സ് തന്നിട്ട് നമ്മൾ ടീം വൈസ് ആയിട്ട് തന്നെ നമുക്കൊരു മെൻറ്റർ ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പോൾ അതേ മെൻറ്റർ ഗ്രൂപ്പ്സിലുള്ള ആൾക്കാർ ഒരു 10 ആൾക്കാരുണ്ടാവും. ആ 10 ആൾക്കാർ ഈ ഗ്രൂപ്പിൽ നമ്മൾ ഈ 4 വീഡിയോസിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ആൻഡ് ഈ വീഡിയോസ് ഉണ്ടാക്കിയിട്ട് കൊടുക്കണം. മാർക്സൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ടൈം ഉണ്ടായിരുന്നു ആ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതെടുത്ത് തീരാൻ അത്യാവശ്യം കുറേ സമയം എടുത്തു. കുറേ നേരം എടുക്കേണ്ടി വന്നിരുന്നു. ആൻഡ് അതൊക്കെ തന്നെയായിരുന്നു ഇന്നത്തെ മെയിൻ ആഫ്റ്റർ ലഞ്ച് ഉണ്ടായിരുന്നത്. വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ ടീം മാത്രമായിരുന്നു ലാസ്റ്റായത്. ബാക്കി എല്ലാ ടീമും കഴിഞ്ഞു പോയി. അപ്പം നമ്മളെല്ലാം ആക്ച്വലി അവിടെ സാർ വെയിറ്റ് ആയിരുന്നു ക്ലാസ് ലാബ് പൂട്ടി പോകാൻ വേണ്ടിയിട്ട്. ക്ലാസ് കഴിഞ്ഞു. കുറച്ച് ലേറ്റായിപ്പോൾ 5 ആയി ക്ലാസ് കഴിയുമ്പം. ക്ലാസ് നേരത്തെ കഴിഞ്ഞാണ്, പക്ഷെ ഞങ്ങൾക്ക് കുറച്ചും കൂടെ പരിപാടികളുണ്ടായിരുന്നു. കുറച്ച് മൈക്രോബയോളജീൻ്റെ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു, വീഡിയോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഇത്രയും ലേറ്റായി. ഞങ്ങളുടെ കോളേജിൽ ഒരുപാട് ബോഗൻവില്ല ട്രീസ് ഉണ്ട്. നല്ല ഭംഗിയാണ്. വൈറ്റ്, പിങ്ക്, റെഡ്, അങ്ങനെ ഒരുപാട് കളേഴ്സിലുണ്ടാവും. ആൻഡ് എൻ്റെ വ്ളോഗിൽ ഞാൻ ഇതുവരെ എൻ്റെ കോളേജ് കാണിച്ചിട്ടില്ല. ആൻഡ് എൻ്റെ കോളേജ് ഇപ്പോഴും ഞാൻ കാണിച്ചില്ല. ഞാനിപ്പോൾ ഹോസ്പിറ്റലിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞങ്ങളുടെ ഹോസ്പിറ്റൽ, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കണ്ണൂർ. പരിയാരം എന്നും പറയും, പരിയാരം മെഡിക്കൽ കോളേജ് എന്നും പറയും. എനിക്കൊരു കമൻറ്റിൽ ഒരാൾ ഒരു തവണ ചോദിച്ചിരുന്നു ഇത് പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് ആണോ എന്ന്. പരിയാരം പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് അല്ല. 2019 വരെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് ആയിരുന്നു. പ്രൈവറ്റ് അല്ല, കോപ്പറേറ്റീവ് മെഡിക്കൽ കോളേജ് ആയിരുന്നു. പിന്നെ അത് കംപ്ലീറ്റ്ലി ഗവൺമെൻറ് മെഡിക്കൽ കോളേജായി. അപ്പം ഇപ്പം അത് ഗവൺമെൻറ് തന്നെയാണ്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചു തിരിച്ച് എൻ്റെ PG-ലോട്ടേക്ക് വരികയാണ്. വൈകുന്നേരം നടക്കുമ്പോൾ എനിക്ക് വലിയ ദൂരം തോന്നില്ല, പക്ഷെ രാവിലെ ഒരു ഓട്ടമായിരിക്കും, അപ്പം എനിക്ക് നല്ല ദൂരം തോന്നും. അപ്പം അത്രയേ ഉള്ളൂ. ഇതൊരു മൈ ഷോർട്ട് ഡേ ഇൻ മൈ ലൈഫ്. അധികം കോളേജിൽ തന്നെ ഇനിയിപ്പോൾ വന്നിട്ട് പ്രത്യേകിച്ച് വലിയതൊന്നുമില്ല. കുറച്ചൊക്കെ പഠിക്കണം, എക്സാം ആയതുകൊണ്ട്. അപ്പം ബൈ ദ വേ, പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.